വളരെ എളുപ്പത്തിൽ നല്ലൊരു ഹോം മെയ്ഡ് പിസ്സ നമുക്കിന്ന് തയ്യാറാക്കാവേ. അതിനായിട്ട് ആദ്യം 1/2 കപ്പ് ഇളം ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കുക. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുള്ളത്. ഏതായാലും ഇതുപോലെ തന്നെ ചെയ്താൽ മതിയേ. 2 കപ്പ് മൈദ അരിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് ഒറിഗാനോയും ചേർത്ത് എടുത്ത് വെക്കുക. 10 മിനിറ്റിന് ശേഷം പുളിച്ചു പൊന്തിയ ഈസ്റ്റ് ആ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം. ഇനി അതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ച് കുഴച്ച് നല്ല മിക്സാക്കുക. അത് നമുക്ക് കൗണ്ടർ ടോപ്പിലോ മറ്റേ വെച്ചിട്ട് 2 കൈ കൊണ്ടും പ്രസ് ചെയ്ത് സോഫ്റ്റ് മാവാക്കി എടുക്കണേ. 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാനിതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ തടവി അതിലേക്ക് മാവ് വെച്ച് അതിന് മുകളിൽ കൂടി കുറച്ച് ഓയിൽ തടവി നനഞ്ഞ തുണി വെച്ച് അടച്ച് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും മാവ് പൊങ്ങി പാകത്തിനായിട്ടുണ്ടാവുക. ചൂട് സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു 1 മണിക്കൂർ വരെയൊക്കെ മതിയാവും. എന്നാൽ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 2 മണിക്കൂർ വരെയും വേണ്ടി വരുവേ. ഇനി ഇതിനുള്ള സോസ് തയ്യാറാക്കാം. 2 തക്കാളി നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കാം. 2 വെളുത്തുള്ളിയും 1/4 കഷ്ണം ഉള്ളിയും ചെറുതായി അരിഞ്ഞിട്ട് ഓയിലിൽ നന്നായിട്ട് വാട്ടുക. അതിലേക്ക് ഈ അരച്ച തക്കാളിയും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വാങ്ങി വെക്കുക. അപ്പോൾ തന്നെ സോസ് റെഡിയായി. എളുപ്പത്തിലാണ് സോസ് തയ്യാറാക്കുന്നത്. ഇവിടെ പഴയ ഒരു പാൻ എടുത്ത് അതിലേക്ക് റിങ്ങോ മറ്റോ ഇറക്കി വെച്ചൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. പുളിച്ചു പൊങ്ങിയ മാവെടുത്ത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാവും. ഇതായി ഈ കാണുന്ന രൂപത്തിലായിട്ടുണ്ടാവും. ഇനി അത് ഞാനിവിടെ 2 രീതിയിലാണ് ആക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. അതൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൈ വെച്ചിട്ട് തന്നെ നമ്മളിത് മാവിനകത്തൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ കൈ വെച്ച് മുഴുവൻ ആ പ്ലേറ്റ് നിറയെ പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടി വലിയ പാത്രത്തിലാണ് എടുക്കുന്നതെങ്കിൽ ഈ മാവ് മൊത്തത്തിൽ ഒന്നായിട്ട് ഒറ്റ പീസയാക്കാം. ഞാൻ 2 പീസയാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പകുതി എടുത്തത്. ഇനി അത് മൊത്തം ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കാം. ഒരുപാട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച സോസ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി അതിന് മുകളിലേക്ക് മൊസറല്ല ചീസ് നന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ ക്യാപ്സിക്കവും സ്വീറ്റ് കോണും ഒനിയൻസും പിന്നെ കുറച്ച് ഒലീവ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള നമുക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് കൊടുക്കാം. അതുപോലെ യെല്ലോ റെഡ് ക്യാപ്സിക്കംസ് കിട്ടുകയാണെങ്കിൽ അതെടുത്ത് വെച്ച് കൊടുക്കാം. മഷ്റൂംസ് വേവിച്ചിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ പനീർ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ എന്താ വെച്ചാൽ പിസ്സയിൽ ചേർക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കൊടുക്കാം. ഇത് ക്ലോസ് ചെയ്യുന്ന അടപ്പിന് ഹോൾസ് ഉണ്ടെങ്കിൽ അത് ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്യണേ. ഇനി പിസ്സ വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ്സ് മാത്രമേ വെയിറ്റ് ചെയ്യേണ്ടുള്ളൂ. 15 മിനിറ്റ് അതിനുള്ളിൽ പിസ്സ നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് ചീസൊക്കെ മെൽട്ടായി നല്ല അടിപൊളി പിസ്സ ആയിട്ടുണ്ട്. ഉള്ളൊക്കെ വെന്ത് നല്ല അടിപൊളി പിസ്സ ആയിട്ടുണ്ടാവും. നല്ല മണമൊക്കെ വന്നിട്ടുണ്ടാവും. ആ ചൂടോടുകൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ ചീസൊക്കെ വലിഞ്ഞ് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു.